വീണ്ടും അങ്ങേക്കെതിരെ സംഘപരിവാറിൻ്റെ കടുത്ത പ്രതിരോധം ഉണ്ടായി. എന്തായിരുന്നു പത്തനംതിട്ടയിലുണ്ടായ അത്തരം ഒരു സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ പറയാൻ പറ്റും? ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംഘപരിവാർ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നന്നാവത്തില്ല, ഞാൻ സംഘപരിവാർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ നന്നാവില്ല. എന്തായാലും അങ്ങോട്ട് പോകാൻ പ്രശ്നമില്ല. അല്ല, അത്ര പ്രൊവോക്കിംഗ് ആകാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. വളരെ ആദരിക്കുന്ന ഒരു കവിയുടെ പേരിലുള്ളൊരു അവാർഡ്, നെല്ലിക്കൽ മുരളീധരൻ്റെ പേരിലുള്ള അവാർഡ്, ആ ഫൗണ്ടേഷൻ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ് ചെയ്തത്. ആ അവാർഡിന് സാധാരണ രീതിയിൽ പുസ്തകങ്ങൾ അയച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു അവാർഡിന് പുസ്തകം അയക്കാറേ ഇല്ല. അവർ എന്നെ തിരഞ്ഞെടുക്കുകയാണ്. സമഗ്ര സംഭാവനയ്ക്കെന്നാണ് എന്നെ മറ്റ് കവിതകളെല്ലാം പരിശോധിച്ചിട്ട് ഈ പുസ്തകം എന്നെ തിരഞ്ഞെടുക്കുകയാണ് അവാർഡിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ വിളിച്ചതനുസരിച്ച് ഞാൻ വിളിച്ചിരുന്നു. എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്ന കവിത ഞാൻ ചൊല്ലുന്നു. എന്നിട്ട് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ സങ്കടങ്ങൾ ഒരാളുകൊണ്ടല്ലേ നമ്മൾ എഴുതുന്നത്. ഈ സങ്കടങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ സങ്കടം എന്ന് പറയുന്നത്, പാലസ്തീൻ്റെ അംബാസഡർ കൊല്ലത്ത് വന്നപ്പോൾ ഞാൻ പോയി സ്വീകരിച്ചു. അദ്ദേഹം കുറേ കുഞ്ഞുങ്ങളുടെ ഒരു ലിസ്റ്റുമായിട്ടാണ്. കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു വരും. അപ്പോൾ ഞാൻ ആദ്യത്തെ 10 കുഞ്ഞുങ്ങളുടെ പേര് ഞാൻ വായിക്കുകയാണ്. ഓരോ പേര് വായിക്കുമ്പോഴും എനിക്ക് കണ്ണുനീരടക്കാൻ കഴിയില്ല. കാര്യം നമ്മുടെ സ്കൂളിലെ കുട്ടികളോട് നടക്കാൻ കഴിയാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങളല്ലേ ഒട്ടായി വെച്ചാൽ. അപ്പോൾ അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അക്കാര്യം ഞാൻ പറയും. പടക്കം വെടിക്കെട്ട് അപകടം, അവിടെ ഒരു ആംബുലൻസ് ഇല്ലായിരുന്നു, ഒരു ഫയർ എഞ്ചിൻ ഇല്ലായിരുന്നു, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെങ്കിലും തീ തണയ്ക്കാൻ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നില്ല. എന്ത് സുരക്ഷാ ക്രമീകരണമാണുള്ളത്. അതിനെനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം, ഭയങ്കര തടിയുള്ള ഒരാൾ ഒരു മാസ്ക് പോലും ഇല്ലാതെ കരിവരി നിറയ്ക്കുന്നതിനകത്ത് ഞാൻ കണ്ട. അപ്പോൾ ഇയാൾക്ക് എന്ത് പറ്റി? അയാൾ എന്ത് ചെയ്യും? വളരെ കാര്യം. അയാളുടെ ജീവിതം എന്തായി? ഞാനിപ്പോൾ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ 70% പൊള്ളലോടെ ICU കിടക്കും, കഴിച്ചിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് നിയമം അനുസരിച്ച് അമ്പലം പറയുന്നത് സൈലൻ സോണാണ്. അവിടെ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല. വേറെ എന്നുള്ളത് ഇനി ഉണ്ടെങ്കിൽ തന്നെ 45 ഡെസിബിൾ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. 10 മണിക്ക് ശേഷം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇത് വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ 150 ഡെസിബിളിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നിയമപരമായിട്ട് തെറ്റാണ് ഈ കാര്യം ചെയ്യുന്നത്. അതുപോലെ ആന എഴുന്നള്ളിപ്പിക്കുന്ന തെറ്റാണ്. ഇത് നാരായണഗുരു പറഞ്ഞത്, നമ്മളാരും പറഞ്ഞതല്ല. കരിയും കരിമരുന്നും വേണ്ടെന്ന് നാരായണഗുരു പറഞ്ഞത്. നാരായണഗുരു പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. അത് നമ്മുടെ സങ്കടമാണ്, അത് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ PK റോസിയെ കേരളം അടുത്ത LDFിൻ്റെ ഒരു മാനിഫെസ്റ്റോയിലുള്ളത് അടുത്ത സിനിമയിൽ അവാർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് PK റോസിന് പേര് കൊടുക്കുന്നത്. PK റോസിയെ കുറിച്ച് എത്രയോ വർഷം മുമ്പ് കവിത എഴുതിയിട്ടുള്ള ഇപ്പോഴെങ്കിലും ആയല്ലോ. PK റോസി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ അമിതമായ ജാതി ബോധം, ഓരോരുത്തരും വളരെ സന്തോഷത്തോടെ അവരുടെ ജാതിയുടെ പേര് പാലായിട്ട് കൊണ്ടു നടക്കുക. ജാതി പാല് കൊണ്ടു നടക്കുന്നവരെല്ലാം സവർണ ഹിന്ദുക്കളാണ്. ആ സവർണ ഹിന്ദുക്കൾ ഓർക്കണം, ഈ ജാതിയുടെ പാല എന്താണ്. ഈ ജാതി സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ മറ്റു മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്. അതായത് ദളിതരായിട്ടുള്ള ആളുകളെ, കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകളെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് ഈ കൊണ്ടു നടക്കുന്നത്. അപമാനം തോന്നേണ്ട കാര്യം. പഴയ കാലത്തെ പോലും ജാതിവാദികൾ അത് ഉപേക്ഷിച്ച് ജാതിവാദി ഉപേക്ഷിക്കാൻ തയ്യാറായി. അതവരുടെ ഒരു പ്രിവിലേജാണ്. പണ്ട് നമ്മൾ സ്ത്രീകളാരും ഈ ജാതിവാദി വെച്ച് കണ്ടിട്ടില്ല സിനിമാ രംഗത്ത്. ഇപ്പോഴല്ല, ഒരുപാട് സ്ത്രീകളും. അല്ല, നമ്മുടെ IG ശ്രീജിത്ത് തന്നെ പറയുന്ന എന്തോ വലിയ സംഭവമാണ്, തറവാടുള്ളവർക്ക് മാത്രമാണ്. കുലപുരുഷനായിട്ട് അത് സംസാരിക്കില്ല ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. വേറെ എന്നുള്ളത് ഈ നമ്മുടെ നിതിൻ രാജിൻ്റെ കാര്യം പറഞ്ഞു. നിതിൻ്റെ കാര്യം മൂന്നാമത് പറഞ്ഞു. ദളിതരോട് കാണിക്കുന്ന ഭീകരമായ അകൽച്ച, അവഗണന, അതിനെ ജാതിപരമായിട്ട് അതിനെ ആക്ഷേപിച്ചത്, ഇതെല്ലാം അതിൻ്റെ ഭരണത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ജാതി നിലനിൽക്കുന്നു എന്നുള്ളത് തെളിവാണ്. അത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പിന്നെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ജാഥ നടത്തി പറഞ്ഞതായത് തെറ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്നും നടക്കാതെ പോകുന്നല്ലോ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ സങ്കടത്തിൻ്റെ പുറത്തുനിന്നാണ് ഞാൻ കവിത എഴുതുന്നത്. വേറെ എന്നുള്ളത്, ഒരുവിധമെങ്കിലും സുരക്ഷിതം കേരളമായതുകൊണ്ടാണ് ഈ മോണാലിസ കോഴ്സ് ഇവിടെ കല്യാണം കഴിക്കാൻ ഇൻഡോറിലുള്ളൊരു കുട്ടി മഹാരാഷ്ട്രക്കാരനൊരാളിനെ പ്രണയിച്ച് ഇവിടെ വന്ന് കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നുണ്ടായ ഒരു 10 വന്നിരുന്നത് 37 കഷണമായിട്ട് ഈ കുട്ടിയെ വെട്ടി നിർത്തുന്നു. ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കും. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓഡിയോസിനെ കൊടുക്കുന്ന ഒരാളെ എഴുതിട്ട് പറഞ്ഞു, ആ കുട്ടി 16 വയസ്സേ ഉള്ളൂ. അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ. സൃഷ്ടി പേരുണ്ട്. അവിടെ വേറെ ആളുകൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ രാഷ്ട്രീയം പറയുക. ഞാൻ പറയും, എനിക്ക് രാഷ്ട്രീയമുണ്ട്.
ഞാൻ ഏതെങ്കിലും പാർട്ടി മെമ്പർ അല്ല, പക്ഷെ എനിക്ക് രാഷ്ട്രീയം ഉണ്ടല്ലോ. രാഷ്ട്രീയമല്ലേ സംസാരിക്കേണ്ടത്? പിന്നെ അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ രാഷ്ട്രീയമുള്ള കവി തന്നെയാണ്. എൻ്റെ സങ്കടങ്ങൾ അതായത് നമ്മൾ അണ്ണൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ രാവിലെ ആളാണെന്നും ഞാൻ നാസ്തികനാണെന്നും അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയക്കാരനാണെന്നും ഞാൻ ശബ്ദിക്കുന്ന അല്ലെ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുന്നതെന്ന് ഇപ്പം പ്രഖ്യാപിച്ചുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ നിരീശ്വരവാദത്തെ കുറിച്ചുള്ളത്. ഞാൻ നിരീശ്വരവാദിയാണ്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിൽ സംഭാവന ചെയ്യുന്ന ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് ചാർവാക ദർശനം. ആ ചാർവാക ദർശനം ഫോളോ ചെയ്ത ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞത്. ഈ ഭജൻസ് ഇവർ ഭജൻസ് അവിടെ ക്രിസ്തീയ ഭക്തിയെ ആലോചിച്ചിട്ട് ആകാശം ഇടിയുമല്ലോ. അവിടെ നിന്ന് നിൽപ്പുണ്ട്. അവർക്ക് പരാതിയില്ല, അമ്പല കമ്മിറ്റിക്ക് പരാതിയില്ല, പള്ളി കമ്മിറ്റിക്ക് പരാതിയില്ല, ജനങ്ങൾക്കാർക്കും പരാതിയില്ല. വേറെ ആർക്കുമാണ് പ്രശ്നം. അപ്പോൾ അവർ മനഃപൂർവ്വം വർഗീയത വളർത്താനും വിഭാഗീയത ഉണ്ടാക്കാനും സംഘർഷം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു. ഇതെല്ലാം വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ അവരെഴുതിട്ട് നിങ്ങൾ രാഷ്ട്രീയം പറയാം, ഞാൻ രാഷ്ട്രീയം തന്നെ പറയും, എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് പറയും. അത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിലാണ്. അപ്പോൾ ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ എന്നിട്ട് അവരെ എതിർക്കാൻ തുടങ്ങി. ഡയസിൽ എന്ന് പറയുന്ന ആൾക്കാർ എന്നിട്ട് അവരെ എതിർക്കാൻ തുടങ്ങി. അധ്യക്ഷൻ ഗോകുലേന്ന് ഇടപെടുന്നു. അവസാനം എല്ലാവരും ചേർന്ന് ഈ രണ്ടുപേരായി പ്രശ്നം. ആ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഈ ആരുടെ പേരിലാണ് ഈ ഫൗണ്ടേഷൻ ഉള്ളത്? അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ഒന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭർത്താവ് ബിജെപിക്കാരാണ്. ആ കുടുംബം സംഘടിപ്പിച്ച ഒരു മീറ്റിംഗ് അവർ തന്നെ കലക്കാൻ നോക്കുക. ആ കുടുംബത്തിൻ്റെ അംഗങ്ങളായിട്ട് കലക്കാൻ നോക്കുക. അവസാനം ഈ ഓഡിയൻസും സദസ്സിലുള്ളവരും അധ്യക്ഷനും ആ കുടുംബത്തിലും മറ്റുള്ളവരും എല്ലാവരും ചേർന്നിട്ട് ഇവരെ ആളിനെ പുറത്താക്കി കഥ കടച്ച് ഞാൻ എൻ്റെ വർത്തമാനം മുഴുവിപ്പിച്ച് അതിനുശേഷം ഞാൻ കേരളം എന്നുള്ള കവിതയും ചൊല്ലി. അതാണ് സംഭവിച്ചത്. അല്ലേ? ശരിക്കും കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ മാത്രം ഈ സംഘപരിവാരത്തിനെ ശക്തിപ്പെടുത്തി അതിൽ നിലവിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഗ്രൗണ്ട് സപ്പോർട്ടും ആ ഗ്രൗണ്ട് സപ്പോർട്ടിന് കാരണം യഥാർത്ഥത്തിൽ ഇപ്പം വളർന്നു വരുന്ന ഭക്തിക്കച്ചവടമില്ലേ? ഭക്തി എന്നൊരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. അതിനോട് നിശബ്ദത പാലിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ട്. അത് അവരാണ് കുറ്റക്കാർ. വെടിക്കെട്ട് വേണമെന്ന് പറയാണ് രാഷ്ട്രീയ പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആ രീതിയിൽ ഈ അന്ധവിശ്വാസമായിട്ടുള്ള ഒരു ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാരും ആളുകൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ. എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുമായിട്ടുള്ള അടുപ്പ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അവർ ചെയ്യുന്നില്ല. അവർ നശിപ്പിക്കുന്ന കേരളമാണ് ഒരു വശത്ത് ഭയങ്കര. അതിനനുസരിച്ച് ഈ ഹിന്ദു വർഗീയത ഏറ്റവും ഭീകരമായിട്ട് വളർന്നു വരുന്നു. മറ്റ് വർഗീയതകൾ വളർന്നു വരുന്നു. SLC പാസ്സായ കുട്ടിയെ എന്തിനാണ് ഈ കുട്ടി ആരാണ് ഇവിടെ വിളിച്ചത്, പിന്നെ ഈ സ്റ്റേജ് വന്ന് ഈ കുട്ടി സമ്മാനമാക്കി ഈ കുട്ടി ആരും വിളിച്ചെന്ന് ചോദിക്കാൻ ഒരു മത മേഖലയിൽ ചോദിക്കണം. അവർ നടത്തിയ കവിസമ്മേളനങ്ങൾ ഒരു ഒറ്റ പെണ്ണില്ല, ഒരു സമ്മേളനത്തിലില്ല. അല്ല, സ്ഥാനാർത്ഥിയുടെ പേര് വരുന്നത് സ്ഥാനാർത്ഥിക്ക് ഭർത്താവിന്റെ പടമാണ്. വളരെ ശക്തമാണ്. നമ്മള് കുഞ്ഞുങ്ങൾ ചെറിയ കഴിവുള്ളവരാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ എതിർക്കുന്നത് അതൊരു കുഞ്ഞിന്റെ ശബ്ദമാണെങ്കിൽ അങ്ങനെ ഒരു കുയിലിന്റെ അതല്ല. ഇപ്പം ശശികലയെ പോലുള്ളവർക്കൊക്കെ അഴിഞ്ഞാടാനുള്ള ഒരു വേദിയായിട്ട് കേരളം മാറുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭീകരമാണ്. കാരണം എന്തൊക്കെ ഭാഷയാണ് പറയുന്നത് എന്നിട്ട് ഇവരെല്ലാം പറയും ഒറ്റ ദൈവം ഒറ്റ ഇത് ഇതൊക്കെ പറയുകയും ചെയ്യും. അവർക്ക് അത് അപ്പം ഇത്ര ഭീകരമായ അവസ്ഥയിലേക്ക് കേരളം എത്തുമ്പോൾ നമുക്ക് ഭയപ്പെടണം എന്നാണ് അല്ലേ? അണ്ണാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇവിടെ യുക്തിവാദം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ എന്ന് അവർ ഭയപ്പെടുന്നു. യുക്തിവാദം ചാർവാകന്മാർ പറഞ്ഞെങ്കിൽ ചാർവാകന്മാരെ അവർ തീയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനെ അവസാനിപ്പിക്കുന്ന ഞാൻ രക്തസാക്ഷിത്വം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് നാളെ നമ്മൾ രക്തസാക്ഷിയാക്കിയ സന്തോഷത്തോടെ രക്തസാക്ഷി സ്വീകരിക്കും. കാര്യം ചാർവാകന്മാർ സ്വീകരിച്ച വഴി അതല്ലേ. അല്ല, ചാർവാകന്മാർ മാത്രമല്ല, ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ സാംസ്കാരിക നായകന്മാരും ഒക്കെ തന്നെ അത്തരം മതത്തിന്, കാരണം യൂറോപ്പിൽ നിന്ന് മതത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടാണല്ലോ കുറേ അവസ്ഥകളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇത്രമാത്രം ഒരു അവസ്ഥയിലേക്ക് അവർ എത്തപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അതിനൊരു പ്രതിഷേധം ഉണ്ടാവുന്നുണ്ടാവണം. ചില ആളുകൾ ഇങ്ങനെ എതിർത്തുനിന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ജീവിത രീതിയിൽ നിന്ന് നമ്മുടെ ദർശനങ്ങൾ പിന്മാറുന്ന വേറെ പ്രശ്നമുണ്ട്. RSSന്റെ 100ാം വാർഷികം പ്രമാണിച്ച് അവർ ജനസമ്പർക്ക പരിപാടി. അപ്പോൾ നമ്മളോട് പറയാതെ തന്നെ പാലക്കാട്ടിൽ നിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, കൊല്ലം ജില്ലയിലെ ഒരു നേതാവും ഞങ്ങളുടെ നാട്ടിലെ RSS നേതാവ് ആകസ്മികമായിട്ട് വീട്ടിൽ കയറി. വീട്ടിൽ ഒരു ആൾ വരികയാണ്. ആകസ്മികമായിട്ട് വരുന്ന ആളും അതിഥിയാണ്. ആൾ ഇരിക്കാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞാൽ RSS 100 വർഷമായി. അപ്പോൾ ഇനി ഞങ്ങൾ എന്ത് പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം ആരായിട്ട് വന്നിടുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു അഭിപ്രായമുണ്ട്. അഭിപ്രായം എന്ന് പറയുന്നത് ജനങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ RSS പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ചൊന്നും RSS മാത്രം പിരിച്ചുവിട്ടാൽ മതി, അങ്ങനെ പോരാ,
ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണം, അകാലിദൾ പിരിച്ചുവിടണം, അതുപോലുള്ള എല്ലാ പാർട്ടികളും പിരിച്ചുവിടണം. വർഗീയമായിട്ട് ഉള്ള രാഷ്ട്രീയ പാർട്ടി എല്ലാം പിരിച്ചുവിടണം എന്ന് തന്നെയാണ് എല്ലാ അഭിപ്രായവും. അങ്ങനെയൊക്കെയുള്ള പൂർവ്വാനുഭവങ്ങളുണ്ട്. ഇതൊന്നും ഇവർക്കറിയത്തില്ല. അവർ അന്നേരം കേട്ട ഒരു കാര്യം വെച്ചിട്ട് അവരെ ചൂടായി എന്നുള്ളത്. ഇതിലൊരു പ്രശ്നം കൂടെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പം നിതിൻ രാജിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പല ആളുകളുടെ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഈ പൊതു സാംസ്കാരിക രംഗത്തെ ആളുകൾ ഒന്നും ഇല്ലാതെ പോകുന്നൊരവസ്ഥ. പ്രത്യേകിച്ച് മറ്റേ രാഷ്ട്രീയ പാർട്ടികളിൽ നമുക്ക് പോട്ടെ, എന്നാലും പൊതു സാംസ്കാരിക പാർട്ടികളുടെ സാംസ്കാരിക സംഘടനകളൊക്കെ പക്ഷെ പ്രധാനപ്പെട്ട എഴുത്തുകാർ ആ നിശബ്ദത ഭയങ്കരമല്ലേ? ഈ വേറെ സാംസ്കാരിക സംഘടനകളിൽ കുറേ എഴുത്തുകാരുണ്ട്, അതിനെ എതിർക്കുന്നുണ്ട്. ഉണ്ട്. അല്ല, അണ്ണനെ പോലെ ഒരാൾക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വരാൻ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുമ്പം അന്ന് ആ കൂടെ നിൽക്കുന്ന എഴുത്തുകാർക്ക് അത് ഏത് പക്ഷമായിക്കോട്ടെ ഇത് ഒരു അപകടം പിടിച്ച പോക്കാണ് എന്നുള്ളത് ശരിയല്ലെന്ന്. ഇപ്പോൾ വേക്കപ്പ് കേരളം കേരളമേ ഉള്ളൊരു അവര് പ്രതികരിച്ചിട്ടുണ്ട്.